ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ലാസ് ഡെന്റൽ ടോക്കിലേക്ക് സ്വാഗതം. മിക്ക ആൾക്കാരും ചോദിച്ചു വരാറുണ്ട്, എന്താണ് ക്ലിയർ അലൈനർ അല്ലെങ്കിൽ എന്താണ് ഇൻവെസിലൈനർ, അതുപോലെ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നമ്മൾ മുത്തുവെച്ച് കമ്പിയിടുന്നത് കൊണ്ടും അതുകൊണ്ടും അല്ലെങ്കിൽ ക്ലിയർ അലൈനറും ഇൻവെസിലൈനറും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ചോദിച്ചറിയാറുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ എന്തായാലും ആ വീഡിയോ പോയി കാണണം. അപ്പം എന്താണ് ഇൻവെസിലൈൻ അല്ലെങ്കിൽ എന്താണ് ക്ലിയർ അലൈനർ എന്നൊക്കെ ഉള്ളത് ഞാനൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ പല്ലുകളിൽ ഗ്യാപ്പ് വരിക അല്ലെങ്കിൽ പല്ലുകളിൽ നമ്മൾ പൊന്തി നിൽക്കുക, അങ്ങനെ ക്രൗഡിങ് ഉള്ള കേസ്, അതൊക്കെ നമ്മൾ മുത്ത് വെച്ചാണ് പണ്ട് മുതലേ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. എന്നാൽ അത് മാറ്റി നമുക്ക് ട്രേസ് ഉപയോഗിച്ച്, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്രേസ് ഉപയോഗിച്ച് നമ്മൾ പല്ലിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു നൂതന ടെക്നിക്കാണ് എന്ത് ക്ലിയർ അലൈനർ അല്ലെങ്കിൽ ഇൻവെസിലൈൻ. ഇൻവെസിലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിയർ അലൈനറിൻ്റെ അതുപോലെ തന്നെ, പക്ഷെ അതിനേക്കാളും കൂടുതൽ മെത്തേഡും അതുപോലെ തന്നെ കൂടുതൽ നമ്മുടെ മോണകളും അതുപോലെ തന്നെ പല്ലിനെയും കൂടുതലായിട്ട് ട്രേസ് ചെയ്ത് കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് കൂടുതലുള്ളതാണ് ഇൻവെസിലൈൻ എന്ന് പറയുന്നത്. ഇൻവെസിലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ് കമ്പയർ ടു ക്ലിയർ അലൈനർ. ക്ലിയർ അലൈനറിനേക്കാളും നല്ല ചിലവ് കൂടിയതാണ് ഇൻവെസിലൈൻ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ കമ്പി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. അതിട്ടവർക്ക് അറിയാം. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പല്ലിൽ മോണയിൽ വേദന വരിക അല്ലെങ്കിൽ മോണ പഴുക്കുക, അതുപോലെ തന്നെ നമുക്ക് ചുണ്ടിലും കവളിലൊക്കെ മുറിവുകൾ വരുന്നത്, അതുപോലെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, നമ്മളൊരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം, ചിലവരത് 2-3 വർഷം വരെ ഇട്ടിട്ട് വേണം നമുക്ക് അവരുടെ പല്ലിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റിലോട്ട് കൊണ്ടുവരാൻ. എന്നാൽ അതേസമയം ക്ലിയർ അലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇൻവെസിലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ ഈസിയാണ്. നമുക്ക് ട്രേസ് നമ്മൾ പല്ലിലോട്ട് വെച്ച് കൊടുക്കുന്നു. അതൊരു 23 hours, അതായത് ഒരു 1 hour ആണ് നമുക്ക് ഡെയിലി ഒരു ഭക്ഷണം കഴിക്കാനുള്ള ടൈം. ആ ഒരു 1 hour, അതായത് രാവിലത്തെയും ഉച്ചക്കത്തെ രാത്രി നമ്മൾ എപ്പോഴേക്കും ഭക്ഷണം കഴിക്കുന്നത്, ടോട്ടലി 1 hour ആണ് നമുക്ക് തരുന്ന ടൈം. ആ സമയം മാത്രമേ നമുക്ക് ഊരി വെക്കാൻ പാടുള്ളൂ. ബാക്കി ഒരു ഡേ നമ്മൾ 23 hours കംപ്ലീറ്റ്ലി നമ്മളത് വെച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ആ ട്രേസ് ആണ് നമ്മുടെ പല്ലുകളെ മൂവ്മെന്റ്സ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ട്രേ ഊരി വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പം നമുക്ക് നോർമലി നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മുടെ വായിൽ അത് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കത് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ടൈം പീരീഡ് വളരെ കുറച്ച് മതി. അതായത് ഓരോ ആൾക്കാരുടെയും നമ്മൾ സ്കാനിങ് ചെയ്ത് അവർക്ക് എത്ര മാസം കൊണ്ട് അല്ലെങ്കിൽ എത്ര സെറ്റ് ഓഫ് ട്രേ കൊണ്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കത് സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനും പറ്റുന്നതാണ് ഈ അലൈനറും അതുപോലെ തന്നെ ഇൻവെസിലൈനും. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് ഇൻവെസിലൈനും അതുപോലെ തന്നെ എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം. അതായത് സാധാ മുത്തുവെച്ച് കമ്പി ഇടുന്നതും ഈ അലൈനറും ഇൻവെസിലൈനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് ഇത്രയും ചാർജ് കൂടാൻ കാരണം, അതായത് സാധാ കമ്പി ഇടുന്നതിനേക്കാളും എന്തുകൊണ്ട് ഇത്ര ചാർജ് കൂടുന്നു. ഇപ്പോൾ നമ്മൾ സാധാ ഒരു കാറിൽ പോകുന്നതും ഒരു മാരുതി കാറിൽ പോകുന്നതും നമ്മളൊരു BMW അല്ലെങ്കിൽ ബെൻസിൽ പോകുന്നതും രണ്ടൊരു ഫീൽ ഗുഡ് തന്നെയല്ല. അതായത് നമ്മൾ പോകുന്നതിൻ്റെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ആ സ്മൂത്ത്നെസ്, നമുക്ക് വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത്രയും കംഫേർട്ട് ഒക്കെ നമുക്ക് ഡിഫറെൻറ്റ് ഫീലാണ് രണ്ട് വണ്ടിയിലും നമ്മൾ ഓടിക്കുമ്പം. അതേപോലെ തന്നെയാണ് സെയിം നമ്മൾ, അതായത് മുത്ത് വെച്ച് കമ്പിയിടുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് എന്തുകൊണ്ടില്ല അലൈനറോ അല്ലെങ്കിൽ ഇൻവെസിലൈൻ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഒന്നും ഉണ്ടാകുന്നില്ല. അത് നമ്മുടെ പല്ല് സ്കാൻ ചെയ്ത് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടാണ് ആ ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് ചാർജ് കൂടാനുള്ള കാരണം. എന്നാൽ മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ല, മുത്ത് വെച്ചിട്ട് എല്ലാ ആൾക്കാർക്കും ഒരേ ടൈപ്പ് ഓഫ് മുത്ത് വയ്ക്കുന്നു. അത് നമ്മൾ വയർ ഉപയോഗിച്ചിട്ട് അതിനെ പതുക്കെ നമുക്കതിനെ മൂവ്മെൻറ്റ്സ് നടത്താൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിന് അത്രയും ചാർജ് വരാനുള്ള കാരണം. പിന്നെ ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1 year അല്ലെങ്കിൽ 2 years കൊണ്ട് നമ്മൾ പല്ലിൽ കമ്പിയിട്ട് നമ്മൾ അലൈൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രൊസീജിയറിനെ നമുക്ക് ഈ അലൈനർ അല്ലെങ്കിൽ ക്ലിയർ അലൈനർ യൂസ് ചെയ്തിട്ട് നമുക്കതൊരു ഏകദേശം 5 months 6 months അല്ലെങ്കിൽ 8 monthsൻ്റെ ഉള്ളിലൊക്കെ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാകാറുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള കേസുകളിലാണ് നമ്മൾ അലൈനേഴ്സ് യൂസ് ചെയ്യേണ്ടത്. അതായത് ചെറിയ തരത്തിലുള്ള ഗ്യാപ്പുകൾ, പൊന്തലുകൾ, അങ്ങനെ നമുക്ക് മൈനർ കറക്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് ക്ലിയർ അലൈനർ വഴി നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഒരുപാട് കാലം അലൈനർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു 5 to 6 monthsൻ്റെ ഉള്ളിൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ പലതരത്തിലുള്ള ക്ലിയർ അലൈനർ ഉണ്ട്. നമുക്ക് പണ്ടൊക്കെ ഭയങ്കര കോസ്റ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു. കമ്പാരിറ്റീവ്ലി ഓൾഡ് ഇതിൽ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ
നമുക്കിപ്പോൾ നന്നായിട്ട് അതിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ലെവലൊക്കെ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് അലൈനേഴ്സിന് കൊടുക്കുകയാണ്, ക്ലിയർ അലൈനറിന് കൊടുക്കുകയാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇപ്പോൾ ഓൺലൈനിലായാലും പലതരത്തിലുള്ള മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട് ക്ലിയർ അലൈനർ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ചില ആൾക്കാർ അത് പരീക്ഷിക്കാൻ വേണ്ടി, അതിനാകുമ്പോൾ റേറ്റ് കൂടുതൽ കുറവായിരിക്കും, അപ്പോൾ അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരത് ഓർഡർ ചെയ്ത് വയ്ക്കും. പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ഡോക്ടർ നമ്മുടെ പല്ല് കണ്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഒരിക്കലും വെറുതെ നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് നമ്മളെ വായിൽ വെക്കുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ഗുണത്തിനേക്കാളും ദോഷമായിരിക്കും നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങിലോട്ട് പോകുന്നതിനേക്കാൾ നല്ല ചിലപ്പോൾ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കണം എന്നില്ല നമുക്ക് വരുന്നത്. അപ്പം അതിന് പിന്നെ ആരോടും നമുക്കത് കംപ്ലൈൻറ്റ് കൊടുക്കാനോ ഒന്നും തിരിച്ച് നമുക്കത് മാറ്റിയെടുക്കാനോ ഒന്നും സാധിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്തും ഓൺലൈൻ പർച്ചേസ് നമ്മൾ ചെയ്യുമ്പം നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തു കൊടുക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകൾ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല അതിൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കുകയും അത് പിന്നീട് നമുക്കത് ദോഷമായിരിക്കും ഗുണത്തിനേക്കാളും ഉണ്ടാക്കുക. അപ്പോൾ ഇനി നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നമ്മളൊരു പല്ലിന് കമ്പി ഇടണം അല്ലെങ്കിൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ പോയി കാണിക്കുക. ഡോക്ടർ കണ്ടിട്ട് നമുക്ക് ഓപ്ഷൻസ് തരും. അതിൽ അലൈനറിനെ കുറിച്ച് ചോദിച്ച് നിങ്ങൾ അറിയാം. അലൈനർ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അലൈനർ തന്നെ ഉപയോഗിച്ച് നിങ്ങളുടെ പല്ലുകളെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്കുള്ള പേയ്മെൻ്റ് ഒന്നുമില്ല. ഡോക്ടേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ഒറ്റയടിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരത് EMI പോലെയൊക്കെ ആക്കിയിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ടൊക്കെ പേയ്മെൻറ്റ് അടയ്ക്കാവുന്ന സൗകര്യങ്ങൾ പല ക്ലിനിക്കുകളിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ എടുത്ത് നിങ്ങൾ എന്തായാലും ആ ക്ലിയർ അലൈനർ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇൻവെസലൈൻ കോസ്റ്റ്ലിയാണ്, മെയിൻലി ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ അതുപോലെ തന്നെ ആക്ടേഴ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് അത്രയും എക്സ്പെൻസീവ് ആണ്. പക്ഷെ അത് അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ അതേസമയം ക്ലിയർ അലൈനർ ഇതേ റിസൾട്ട് തന്നെ നമുക്ക് തരും എന്നെങ്കിലും ഇപ്പോൾ കൂടുതലായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ക്ലിയർ അലൈനർ എന്ന് പറയുന്നത്. എല്ലാ സ്ഥലത്തും ഒരുവിധം എല്ലാ ക്ലിനിക്കിലും അത് ചെയ്തു തുടങ്ങി. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഡോക്ടർ തരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അലൈനർ തന്നെ ചൂസ് ചെയ്യണം. അത് യൂസ് ചെയ്ത് നമ്മളത് ആ ഒരു ഫീൽ ഗുഡ്, നമ്മളതിൻ്റെ ആ ഒരു ഇത് നമ്മൾ തീർച്ചയായും നമ്മളത് അനുഭവിച്ചറിയുക വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.